പുസ്തകങ്ങൾ നമ്മൾ അങ്ങനെ അധികം വായിക്കാറൊന്നുമില്ല. ഇനി അത് വായിക്കണം. ജ്ഞാനം എന്ന പുസ്തകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ജ്ഞാനം തന്നെയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സോളമൻ പറഞ്ഞു, ഓ ആ ജ്ഞാനത്തെ എന്നിലേക്ക് അയക്കണമേ, അങ്ങയോടൊപ്പം വസിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അങ്ങയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആ ജ്ഞാനമേ എനിക്ക് തരണേ എന്ന് പറയുമ്പോൾ അത് ഇന്ന് മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജ്ഞാനത്തെ നമ്മൾ ആവേശത്തോടെ പ്രാർത്ഥിച്ച് തുറക്കണം. അങ്ങനെ നമ്മൾ ഇത് തുറക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കിട്ടേണ്ട ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകളും ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ്. ദൈവവചനത്തിൻ്റെ ഒരു ചെറിയ വചനമായിരിക്കാം, ആ ഒരു ചെറിയ വചനം ഒരു കടുകുമണി പോലെയാണ്. അത് നട്ട് മുളച്ച് വലുതായാൽ ഏറ്റവും വലിയ ഒരു വൃക്ഷം പോലെ ആയി മാറും. അങ്ങനെ ദിവ്യവചനത്തിൻ്റെ, തിരുവചനത്തിൻ്റെ ആത്മീയമായ അർത്ഥം മനസ്സിലാക്കുന്നത് മാനുഷികമായ ബുദ്ധിയിലൂടെ അല്ല. നമ്മൾ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ് ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. സൃഷ്ടി ഒന്നിങ്ങനെ ഇടതുകരം ഇങ്ങനെ കഴിച്ച് ഇടതുവശം സൃഷ്ടി അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ വലതുവശം ഒന്ന് കാണിച്ച് അതെന്താണ്? സൃഷ്ടാവ്. കണ്ടോ? സൃഷ്ടാവിനെക്കുറിച്ചുള്ള ജ്ഞാനമൊന്ന്, സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമൊന്ന്. കൈ ഒന്ന് പൊക്കി കാണിച്ച് കണ്ടോ? മനസ്സിലായോ? ഇനി മഠത്തിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ ചോദിക്കും ധ്യാനം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നിങ്ങളെന്ത് പറയും? ഒന്നെല്ലാവരും ഈ കൈ ഒന്ന് പൊക്കി കാണിച്ച് കണ്ടോ, ധ്യാനം എങ്ങനെയുണ്ടായിരുന്നു? ആ ധ്യാനം നന്നായിരുന്നു എന്നിട്ട് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ എന്ത് ചോദിക്കും അവർ? അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ വലതുകരം സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ഇടതുകരം കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ബയോളജി, സുവോളജി. എന്താണത്? സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേദനയാണ് ഇത്. നമ്മൾ പാശ്ചാത്യ രാജ്യക്കാരെ ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ ആരെയൊക്കെയോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വലിയ യൂണിവേഴ്സിറ്റികളെല്ലാം ഉണ്ടാക്കിയേക്കണത് ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അത് പഠിപ്പിക്കാനാണ്. അതെല്ലാം പഠിപ്പിച്ചോ. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു ക്ലാസ്സെങ്കിലും സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം പഠിച്ചുകൂടെ നമുക്ക്? ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം. ഈ കേരള സഭ 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സഭ, 30-ൽ കൂടുതൽ രൂപതകളുള്ള സഭ, ഈ സഭയ്ക്ക് 5000-ത്തിലധികം ഇടവകകളുണ്ട്. ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ. ഈ 5000 ഇടവകകൾക്ക് 6000 സ്കൂളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുറ്റം പറയല്ല, നല്ല കാര്യം. പള്ളിക്ക് 1-ൽ കൂടുതൽ പള്ളിക്കൊരു പള്ളിക്കൂടം എന്നായിരുന്നു നമ്മുടെ കണക്ക്. ഇപ്പോൾ പള്ളിക്ക് 1-ൽ കൂടുതൽ പള്ളിക്കൂടമുണ്ട്. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതിനനുസരിച്ചുള്ള കോളേജുകളുണ്ട്, ഡിഗ്രി കോളേജുകളുണ്ട്, നേഴ്സിംഗ് കോളേജുകളുണ്ട്, ട്രെയിനിങ് കോളേജുകളുണ്ട്, മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്, എൻജിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. എന്നാൽ ഒറ്റ ബൈബിൾ കോളേജ് പോലുമില്ല. ഒറ്റ ബൈബിൾ കോളേജ് പോലുമില്ല. എന്താ? CMC-ക്കാർക്ക് ഇതിന് കഴിവില്ലാഞ്ഞിട്ടാണോ? CMI-ക്കാർക്ക് ഇതിന് കഴിവില്ലാഞ്ഞിട്ടാണോ? പേര് തന്നെ പറയാം. ഇപ്പോൾ ഡോൺ ബോസ്കോയ്ക്ക് ഇതിന് കഴിവില്ലാഞ്ഞിട്ടാണോ? സലേഷ്യൻസ് ജെസൂട്ടുകാർക്ക് ഇതിന് കഴിവില്ലാഞ്ഞിട്ടാണോ? ഇനി ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കോ. പക്ഷേ ഇവർക്കെല്ലാം ഇതിന് കഴിവുണ്ട്.
ഇത് പഠിപ്പിക്കാൻ കഴിവുള്ള തിയോളജിയിൽ ഉന്നത ബിരുദം 8-10 വർഷം തിയോളജി പഠിച്ചിട്ടുള്ള കന്യാസ്ത്രീമാരും അച്ഛന്മാരും ധാരാളമുണ്ട്. ഇതിന് സ്ഥലമില്ലാഞ്ഞിട്ടാണോ? ഓരോ രൂപതയ്ക്കും ഇതിനാവശ്യമായിട്ടുള്ള ഇഷ്ടം പോലെ സ്ഥലവും ബിൽഡിങ്ങും എല്ലാം ഉണ്ട്. ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കർത്താവ് ഈശോ മിശിഹ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രം അല്ല, മറിച്ച് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കൂടിയാണ്. വീണ്ടും ഈശോ പറഞ്ഞു 6-ാം അധ്യായത്തിൽ യോഹന്നാൻ, മനുഷ്യ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. ഒരുപക്ഷെ സമാധാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സമയം ആകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ദാരിദ്ര്യമെല്ലാം മാറ്റി എല്ലാവർക്കും വീടും കാറും സൗകര്യങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ ഇനി പള്ളികളും ധാരാളം വലുതായിട്ട് പണിത് വലിയ സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്കൂൾ ബിൽഡിങ്ങുകൾ, കോളേജ് ബിൽഡിങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എന്ത് വേണം? ഇനി ഇതിൻ്റെ അകത്ത് ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വേണം. ഞാനിതെല്ലാം പറയുന്നത് വിളിക്കുള്ളിലെ വിളിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ എന്തുകൊണ്ട് നമ്മൾക്കൊരു ബൈബിൾ കോളേജ് തന്നെ ഉണ്ടാക്കിക്കൂടാ? അങ്ങനെ ഉണ്ടാക്കുകയും ഫ്രീ ആയിട്ട് അൽമായരെ ബൈബിൾ പഠിപ്പിക്കണം, സിസ്റ്റേഴ്സും ബൈബിൾ പഠിക്കണം. അങ്ങനെ വചനം പഠിക്കുമ്പോൾ വചനം ഹൃദയത്തിൽ നിറഞ്ഞാലേ വചനം, ഈ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദമില്ല, കേൾക്കാനില്ല, ലോകത്തിൻ്റെ അതിർത്തി വരയ്ക്കും വചനം പോവുകയുള്ളൂ. എനിവേ, വീണ്ടും ഞാൻ അവിടേക്ക് പോകേണ്ട എന്തിനാ? ഇതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവിക ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒറ്റ പോയിൻ്റാണ്. നമ്മൾ ഈ ആളുകളെല്ലാം പഠിപ്പിച്ച് വലുതാക്കി, എൻജിനീയറാക്കി, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കി, വലിയ വലിയ മാനേജ്മെൻ്റ് ആളുകളാക്കി. ഈ മാനേജ്മെൻറ്റിൽ ഗോൾഡ് മെഡലുള്ള ആളുകൾക്ക് കുടുംബം മാനേജ് ചെയ്യാൻ അറിയുന്നുണ്ടോ? പറഞ്ഞ് അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ബന്ധുക്കളെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ പഠിച്ച് വിദ്യാഭ്യാസമെല്ലാം സ്വീകരിച്ച ആളുകൾ അവർ പറന്നുപോയി. അപ്പനെവിടെ, അമ്മയെവിടെ, അവരെ കാര്യം പോലും നോക്കണ കാര്യം നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടോ? 20 വർഷത്തെ വിദ്യാഭ്യാസം, കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള 20 വർഷത്തെ എഡ്യൂക്കേഷൻ ഈ കാലഘട്ടത്തിൽ ഒരു പീരീഡ് പോലും അവരെങ്ങനെ കുടുംബത്തിൽ ജീവിക്കണമെന്നതിനെക്കുറിച്ച് നമ്മൾ സിലബസിലില്ല. കുടുംബം എന്താണെന്നോ മാതാപിതാക്കളുമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നോ അവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നോ അവരുടെ കാര്യം നോക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണെന്ന് പോലും അവർക്കറിയില്ല. ഇത് ചിലവർ വന്ന് കരയും, എൻ്റെ ബ്രദറെ, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളുടെ 2 മക്കളാണ്, 2 പേരും കല്യാണം കഴിഞ്ഞ് പോയി, അവർ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കണമില്ല, ഞങ്ങൾക്ക് ചിലവിന് കാശ് തരില്ല, ഞങ്ങൾക്കുള്ളതെല്ലാം കൊടുത്ത് അവർ ഞങ്ങൾ പഠിപ്പിച്ച് വലുതാക്കി കെട്ടിച്ച് നല്ല നിലയിൽ പറഞ്ഞയച്ചു. ഇപ്പോൾ 2 കൂട്ടർക്കും ഞങ്ങളോട് ഇല്ല. കല്യാണം കഴിഞ്ഞതോടുകൂടി ഓരോരുത്തരും അവരവരുടെ കൂട്ടുകാരിയുടെ കാര്യം പോയി നോക്കി. ഞങ്ങളെ ആര് നോക്കും? ഞാൻ പറയും, നിങ്ങൾ എന്തിനീ കാശൊക്കെ ചിലവാക്കി അവരെ പഠിപ്പിച്ചത്? ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു വശം. ഇത് കരയുന്ന ആളുകളുടെ കരച്ചിലാണ് ഞാനീ പറയണത്. മറുവശത്ത് നമ്മൾ ആ ഫീൽഡിലേക്ക് ഇനി പോകണ്ട. നമ്മൾ പറയുന്ന ഉദ്ദേശം ഇതാണ്: ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവിക ജ്ഞാനം പകരാൻ മാത്രമേ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. എന്തിനാണ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കിയത്? ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം പകരുന്നതോടൊപ്പം തന്നെ എന്ത് പകരണം? എല്ലാവരും 2 കൈ കൊടുത്തേ. എന്ത് പകരണം? സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടി പകരണം. ദൈവത്തെക്കുറിച്ചുള്ള
ജ്ഞാനം കൂടി പകർന്നില്ലെങ്കിൽ ഇവർക്ക് പ്രയോജനമില്ല. നമ്മുടെ ഇപ്പം പച്ചയായിട്ട് പറയുകയാണ്, ചില ആളുകൾ എൻ്റെ മോളെ ഓക്സ്ഫോർഡിൽ പറഞ്ഞു വിട്ടു, കേംബ്രിഡ്ജിൽ പറഞ്ഞു വിട്ടു. ഇപ്പോൾ 2 കേസ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി അവൾ അവിടെ ഇതേമാതിരിയുള്ള വലിയ ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പോയി പഠിച്ച് അവൾ ഒരു മുസ്ലിം ചെറുക്കനുമായിട്ട് രജിസ്റ്റർ കല്യാണം നടത്തി. അവളെ കൊണ്ട് അങ്ങ് പോയി. കുറേ കഴിഞ്ഞപ്പോഴാണ് കാർന്നന്മാർക്ക് അറിയണത് അവളെ അവൻ കൊണ്ടുപോയി മുസ്ലിമായി. ഈ അപ്പൻ്റെ അമ്മയുടെയും കരച്ചിൽ, എന്തോ ഒരു കരച്ചിലാണ് അവർ. ഇതിൻ്റെ എല്ലാം കാരണം, അപ്പം അങ്ങനെ കരയുന്നവർക്ക് ആശ്വാസം പകരുന്ന എൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ഞാൻ അവരോട് പറയണം, നിങ്ങൾ വിഷമിക്കണ്ട, ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. വളരെ സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇത് സംഭവിച്ചത് നിങ്ങൾ അവർക്ക് മാത്തമാറ്റിക്കൽ വിസ്ഡമാണ് കൊടുക്കുന്നത്. ഒന്നും 2, ഒന്നും വലിയൊരൊന്നും നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഒന്നും വലിയൊരൊന്നും. അപ്പോൾ ഈ ഇലക്ട്രോണിക്കലായിട്ട്, കൊമേഴ്സ്യലായിട്ട്, മാത്തമാറ്റിക്കലായിട്ട്, സയൻറ്റിഫിക്കലായിട്ടുള്ള വിസ്ഡം ഒരു വശത്ത് കൊടുക്കുമ്പോൾ ദൈവിക ജ്ഞാനം അവർക്ക് നിങ്ങൾ പകർന്നോ? ഞാൻ അവരോട് തുറന്നു ചോദിക്കുകയാണ്. മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ മകനെ എൻജിനീയറാക്കിയോ ഡോക്ടറാക്കിയോ എന്ന് എന്നോട് ചോദിക്കില്ല ദൈവം. പക്ഷെ ഒന്ന് ചോദിക്കും, ഞാൻ തന്നെയായ വചനമാകുന്ന ദൈവത്തെ നീ അവർക്ക് പകർന്നോ? ഞാൻ തന്നെയാകുന്ന ജ്ഞാനത്തെ നീ അവർക്ക് കൊടുത്തോ? ചോദിച്ചില്ലെങ്കിൽ തന്നെ, കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം ഇവിടെ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കൊരു അറിവിനും നിങ്ങൾക്കിത് ഉപയോഗിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഒരുപാട് കേസുകളിൽ ഇങ്ങനെയാണ് ഞാൻ അവരെ നയിച്ചത്. നിങ്ങൾ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ജ്ഞാനം നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കളിലേക്ക് ഒഴുകും. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കും, അവർ തിരിച്ചു വരും. ഇപ്പം ഈ ഒരു മുസ്ലിം ഈ പെണ്ണിനെ കൊണ്ട് പോയി 6 മാസം കഴിഞ്ഞപ്പോൾ ഇതേമാതിരി ഈ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചപ്പോൾ അവൾ തിരിച്ചു വന്നു. എങ്ങനെ തിരിച്ചു വന്നു? എന്തുകൊണ്ട് അവൾ പോയി? അവളുടെ അജ്ഞത കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ മോൾക്ക് അറിവില്ല കർത്താവേ, അതുകൊണ്ട് അവൾക്ക് ജ്ഞാനം കൊടുക്കണേ. അപ്പോൾ എന്താണ് ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു പ്രസരണ ശക്തി എന്ന് പറയുന്നത്? ഏശയ്യ 59:21. ഇത് ഇപ്പോൾ സിസ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ആത്മീയ മക്കൾ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങളുടെ മക്കൾ തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഒരു പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ കുടുംബത്തിൽ ജ്ഞാനത്തിൻ്റെ ഒരു പ്രസരണം ഉണ്ടാകണം. മിക്കവാറും വൈദികരും കന്യാസ്ത്രീമാരുമുള്ള, ഒരുപാട് വൈദികരും കന്യാസ്ത്രീമാരുള്ള കുടുംബത്തിൽ 1-2 ബ്ലാക്ക് ഷീപ്സ് ഉണ്ടാവും. ബ്ലാക്ക് ഷീപ്സ് ആരെങ്കിലും ഒരുത്തൻ. അപ്പോൾ ഈ കന്യാസ്ത്രീമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയണേ, ബ്രദറെ എൻ്റെ അനുജന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഇതേ ഇവർക്ക് എന്നോട് പറയാനുള്ളൂ. നിങ്ങൾ അവരെയൊക്കെ വിട്, നിങ്ങൾ വീട് കുടുംബമൊക്കെ വിട്ട ആൾക്കാർ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എൻ്റെ ബ്രദറേ, രാവിലെ മുതൽ അവരിങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാം നമുക്ക്? ഇല്ലേ, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ വേറെ ആരുടെയെങ്കിലും പറയണ്ടേ? പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണമെന്ന് മനസ്സിലാക്കണം. സംഭവിക്കുന്നത് നമ്മളുടെ വീട്ടിൽ ദൈവം സഹായിച്ച് നമ്മളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വിളിയൊക്കെ ഉണ്ടായത്. എങ്കിലും അവരുടെ പ്രാർത്ഥന പോരാ എന്നാണ് ഞാൻ പറയണത്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒന്ന് വായിച്ചേ. ഏശയ്യ 59:21. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന, എല്ലാവരും ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ
സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. ഇതൊന്നും കൂടി വായിച്ചേ, ഒന്നുകൂടി എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. നിങ്ങൾ ബൈബിൾ അടച്ചു വെക്കില്ലേ, അതൊന്ന് തുറന്നേ. യേശയ്യ 59 എന്ന് പറഞ്ഞാൽ, ഇനി യേശയ്യായുടെ പുസ്തകത്തിൻ്റെ ഒരു ഘടന മനസ്സിലാക്കണം. യേശയ്യ 59 എന്ന് പറഞ്ഞാൽ 53 ശേഷമാണല്ലോ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്താ യേശയ്യ 53 വിഷയം എന്താണ്? നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടതല്ലേ, കർത്താവിൻ്റെ ദാസൻ്റെ പീഠാനുഭവമാണ്. അപ്പോൾ ആ പീഠാനുഭവം കഴിഞ്ഞ്, ഉയർപ്പ് കഴിഞ്ഞ്, പുതിയ രാജ്യത്തിൻ്റെ സംസ്ഥാപിതമായ അവസ്ഥയാണ് 59, 60 എല്ലാം പറയുന്നത്. അങ്ങനെയാണ് യേശയ്യായുടെ ആ ക്രോണോസിനെ മനസ്സിലാക്കേണ്ടത്. അവിടെ പറയുകയാണ് കർത്താവ് അരുളി ചെയ്യുന്നു. എന്താ പറയുന്നത്? ഒന്നുകൂടി വായിച്ച എല്ലാവരും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. ഇവിടെ 2-3 കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന്, ഒരു ജനറലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഒരുപാട് വചനങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, ഞാനും കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും മറ്റൊരു സ്ഥലത്തും ഒരു തിരുവചനത്തിൻ്റെ മുൻപിലും പിമ്പിലും ഏതെങ്കിലും ഒരു വശത്ത് എഴുതിയിട്ടുണ്ടാവും കർത്താവ് അരുളി ചെയ്യുന്നു. പക്ഷെ ഇവിടെ മുൻപിലും പിൻപിലും എഴുതിയിരിക്കുകയാണ് കർത്താവാണ് അരുളി ചെയ്യുന്നത്, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് കണിശമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നും, രണ്ടാമത് ഇതാണ് പുതിയ ഉടമ്പടി. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനും നീയുമായിട്ടുള്ള ഉടമ്പടി ഇതാണ്. നമ്മൾ ഉടമ്പടിയെക്കുറിച്ച് ഇന്ന് ചിന്തിച്ചു, ഇല്ലേ? റെഡി ആയിക്കോ. ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചോ ഇല്ലയോ? എന്താണ് ഉടമ്പടി? അപ്പോൾ ഇപ്പോൾ ചിലപ്പോഴേക്ക് പെട്ടെന്നൊരു വേറൊരു ശബ്ദത്തിലേക്ക് പോകാം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കന്യാസ്ത്രീമാർ തന്നെ എന്നോട് വിളിച്ചു, എൻ്റെ ബ്രദറെ ധ്യാനമെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്കൊക്കെ നല്ല അഭിഷേകമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പോവുകയാണ്. അതെന്താ അങ്ങനെ? വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് കാരണം, അതിന് പ്രധാന കാരണം ഉടമ്പടി ബന്ധത്തിൽ വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു വിവാഹമാണ്. നിങ്ങൾ കർത്താവുമായിട്ട് വിവാഹം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അപ്പനും അമ്മയും എങ്ങനെ വിവാഹിതരായിരിക്കുന്നു, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അവർ വിടുന്നില്ല എന്ന പോലെ ഉടമ്പടി ബന്ധമാണ് ദൈവവും നമ്മളുമായിട്ടുള്ളതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ധ്യാനം കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും നമ്മളിലുള്ള ചൈതന്യം ഒരിക്കലും തളരില്ല. കാരണം അത് നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ അനുഷ്ഠാനത്തിനോ അനുസരിച്ച് എന്നതിനേക്കാൾ ഉപരി ദൈവവും നമ്മളുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ടാണെന്ന് വിശ്വസിക്കണം. ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. അപ്പം ആ ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടിയല്ല, പുതിയ ഉടമ്പടിയുടെ. ആ പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ് ഇവിടെ യേശയ്യായിൽ പറയുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. വായിക്കൊന്നുകൂടി. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും. അപ്പോൾ ശ്രദ്ധിക്കണം, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ്. ഇതാണ് യേശയ്യായിൽ പറഞ്ഞിരിക്കുന്ന അവൻ്റെ മേൽ, ഈശോയുടെ മേൽ എന്താ ആത്മാവുണ്ടാവും? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ്. ആ ആത്മാവിനെ നമ്മളിലേക്ക് തന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വിളക്ക് കത്തിച്ച് കാണിച്ചു തന്നില്ലേ, തിരി കത്തിച്ച് കാണിച്ചു തന്നില്ലേ? മുഴുവനായിട്ട് നമ്മിലേക്ക് തന്നിരിക്കുകയാണ്. ആ യേശുവാകുന്ന വചനം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ
അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിരവധി മാതാപിതാക്കൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയിൽ ഞാൻ അവരോട് ഇങ്ങനെ ഇത് നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ അതെങ്ങോട്ട് ചെല്ലുമത്? അത് താനേ നമ്മളുടെ പരമ്പരയിലേക്ക് ചെല്ലും. അപ്പോൾ നിങ്ങൾ ദൈവത്തിന് സമർപ്പിതരായിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ പോകും? ഇത് ലോകം മുഴുവനിലേക്ക് പോകും. ഇത് 100% വിജയമാണ്. ഈ കൊച്ചു ത്രേസ്യ വെറും 24 വയസ്സിൽ സ്വർഗത്തിലേക്ക് പോയ കൊച്ചു ത്രേസ്യ ഈ 24 വയസ്സ് കാലഘട്ടം കൊണ്ട് ഏറ്റവും കൂടുതൽ നേടിയത് ജ്ഞാനമല്ലേ? എന്തുകൊണ്ട് അവളെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു? എന്തുകൊണ്ട് അവളുടെ പ്രാർത്ഥനാ പുസ്തകം പോപ്പ് മാർപ്പാപ്പ പോക്കറ്റിലിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ട് നടക്കണം? അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് മനസ്സിലാക്കണം. അത്രയ്ക്ക് വലുതാണ് സഹോദരിമാരെ. മാർപ്പാപ്പമാരെ ഒരുപാട് കന്യാസ്ത്രീമാർ നയിച്ചിരുന്നതായിട്ട് വരെ നമുക്കറിയാം. ആരാണത്? സിയന്നയിലെ കാത്തറീൻ ഓഫ് സിയന്നയിലെ കർത്താവ് അവളോട് പറയുകയാണ്, നീ മാർപ്പാപ്പയ്ക്ക് എഴുത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഡയറക്റ്റ് എഴുതിക്കൂടെ കർത്താവിന്? എങ്കിലും നിങ്ങളെപ്പോലെയുള്ളവരെ കർത്താവ് ഉപയോഗിക്കുകയാണ്. നീ മാർപ്പാപ്പയോട് അങ്ങനെ പറയും, നീ മാർപ്പാപ്പയോട് ഇങ്ങനെ പറയും. എന്തുകൊണ്ടാണ്? നമ്മൾ ഓരോരുത്തരിലൂടെയും ദൈവത്തിൻ്റെ ജ്ഞാനം അതുപോലെ പ്രവർത്തിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് ഒരുപാട് വിശദമായി പോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ അത്ര ആഗ്രഹിച്ചില്ല. എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം, നമ്മുടെ ഉള്ളിൽ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനത്തെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഈ ദൈവവചനത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും രഹസ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി പെട്ടെന്ന് നമുക്ക് ആ ഒരു വചനം ഒന്ന് വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനം. ജ്ഞാനം 6:14 പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. ഒന്നെല്ലാവരും വായിച്ചത്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. ആ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന ആൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണം. ആ ജ്ഞാനമാണ്. ആ ജ്ഞാനം നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധയായിട്ട് നിൽക്കുന്നു. നമ്മളിപ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് സമയം ആരാധിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഒരുപക്ഷെ ഈ ജ്ഞാനത്തിന് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനമായിട്ട് ജ്ഞാനം ലഭിക്കാൻ നമുക്ക് വേണ്ട ഒരവസ്ഥ ഇതാണ്. കർത്താവേ, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു മനോഭാവമാണ്. അഥവാ നമുക്ക് വേറൊരു മനോഭാവം ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊക്കെ അറിയാം. അപ്പോഴെന്ത് സംഭവിക്കും? ജ്ഞാനം അവിടെ ഗേറ്റിൽ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ജ്ഞാനം നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ജ്ഞാനമേ എനിക്കൊന്നും അറിയില്ല, നീ ഒന്ന് എന്നെ പഠിപ്പിക്കുക. അതാണ് ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. വരുവിൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അച്ഛൻ വന്നു. നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് സ്വാഗതം ചെയ്യാം.